ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. അപ്പോൾ നമുക്കൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇടിച്ചക്കേനെ കൊണ്ട് നമ്മളിത് ഇതുപോലൊരു കറി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇടിച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ തോരൻ മാത്രമേ വെക്കാറുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വറുത്തരച്ച് നല്ലൊരു അടിപൊളി കറി വെക്കുകയാണ്. ഒരുവിധ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ രീതി തന്നെ ഒന്ന് വെച്ച് നോക്കിട്ടോ. ചിക്കൻ കറി പോലും തോറ്റുപോകും, അത്രയും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇടിച്ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇടിച്ചക്കയുടെ വലുപ്പം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇത്രയും വേണമെന്നില്ല, ഇതിൻ്റെ നേർ പകുതിയാക്കിയാൽ മതി. ഞാനിത് ഇതുപോലെ പകുതിയാക്കിയിട്ടുണ്ട്, ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തത്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മളൊരു ചട്ടി വെക്കുക. ചട്ടിയിലൊരല്പം വെള്ളം വെച്ചെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക, നമ്മളിവിടെ ഇടിച്ചക്ക എന്നാട്ട് ഇതിന് പറയാം, അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. ആ ഒരു സമയം കൊണ്ട് അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് നമുക്കിത് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായ, 3 ഗ്രാമ്പും, ഒരു കഷ്ണം പട്ട ഇത്രയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്ന് കളറ് ചേഞ്ചായി തുടങ്ങും തന്നെ നമുക്കിതിലേക്ക് പെരിഞ്ജീരകം നിർബന്ധമല്ല, വേണമെങ്കിൽ ചേർക്കാം. ഒരു 3/4 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂണ് കുരുമുളകും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇപ്പോൾ കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി കരിഞ്ഞു പോകും, അതുകൊണ്ട് തന്നെ പൊടികൾ ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഈ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ ഈ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് കുറഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. നമ്മുടെ ചക്ക എന്തായി നോക്കട്ടോ. നമ്മുടെ ഇടിച്ചക്കയൊക്കെ ഇവിടെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിവാക്കിയിട്ടൊന്ന് ഊറ്റി മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അടി കട്ടിയുള്ളൊരു പാത്രമാണ്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഇടിച്ചക്കല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ആ ഒരു എരിവും ഇതൊക്കെ ഒന്ന് ചക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ഇതേ ചീനച്ചട്ടി അല്ലെങ്കിൽ ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളോടും ചെയ്യാം കേട്ടോ. നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സാധാ പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സവാള ചേർക്കാം. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. മീഡിയം സൈസ് വലുപ്പമുള്ള 2 തക്കാളി കേട്ടോ, അത് ചെറുതാക്കി അരിഞ്ഞതും, ഒരു 2-3 പച്ചമുളകും, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു മസാല അതും കൂടി ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് അതേ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ പാകം നോക്കി മാത്രം ചേർക്കുക. ഇനി ഈ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. അതിനായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിച്ചക്കല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇടിച്ചക്ക അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായി. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി കളറിലും അതുപോലെ തന്നെ ചിക്കൻ കറി അല്ലെന്ന് ആരും പറയില്ല കേട്ടോ.
അങ്ങനത്തെ ആ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് കിട്ടിയത്. സംഭവം ഒരു രക്ഷയില്ല, അടിപൊളി സ്മെല്ലും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ഇടിച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ തോരനാണ് വെക്കാറ്, ഞാനൊക്കെ അങ്ങനെ വെക്കാറ്. ഞാൻ പിന്നെ ഇത് ആദ്യമായിട്ടോ ഇതുപോലെ വെക്കുന്നത്, അതുകൊണ്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരുപാട് പേര് വെച്ചിട്ടുണ്ടാവും, വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ച് നോക്കുക. ഇത് നമുക്ക് നേരെ ഇതുപോലെ ചൂട് ചോറിനൊപ്പം കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇത് ചോറിന് മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, അപ്പം, ഇടിയപ്പം എന്തിനൊപ്പം കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.